നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നീതി ആയോഗിനെ പറ്റിയാണ്. ഇതിൽ നീതി ആയോഗിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങൾ, ഭരണസമിതി അംഗങ്ങൾ, നീതി ആയോഗിൻ്റെ തന്നെ എല്ലാ ലക്ഷ്യങ്ങളും, ഒരു 12 ലക്ഷ്യങ്ങളോളം നീതി ആയോഗിനുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയുടെ സാമ്പത്തിക ആസൂത്രണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതിനോടനുബന്ധിച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാ കാര്യങ്ങളും ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ. നീതി ആയോഗ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, I for institution, ട്രാൻസ്ഫോമിംഗ്, T for transforming India. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നതാണ് നീതി ആയോഗിൻ്റെ ഫുൾ ഫോം. ഇനി നീതി ആയോഗിൻ്റെ മറ്റ് വിശേഷണങ്ങളാണ് പറയുന്നത്. ഇന്ത്യയുടെ പോളിസി കമ്മീഷൻ, ഇന്ത്യയുടെ തിങ്ക് ടാങ്ക്. ഇന്ത്യയുടെ പോളിസി കമ്മീഷൻ എന്നും ഇന്ത്യയുടെ തിങ്ക് ടാങ്ക് എന്നും അറിയപ്പെടുന്നു നീതി ആയോഗ്. നീതി ആയോഗിൻ്റെ ഫുൾ ഫോം എന്താണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. ഇതിൻ്റെ മറ്റ് വിശേഷണങ്ങളാണ് ഇന്ത്യയുടെ പോളിസി കമ്മീഷൻ, ഇന്ത്യയുടെ തിങ്ക് ടാങ്ക്. ഇത് നിലവിൽ വന്നത് 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്. 2015 ജനുവരി 1. നീതി ആയോഗിൻ്റെ നിലവിലെ ചെയർമാൻ നരേന്ദ്രമോദി. നീതി ആയോഗിൻ്റെ നിലവിലെ ചെയർമാൻ നരേന്ദ്രമോദിയാണ്. നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ സുമൻ ബേരി. നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ സുമൻ ബേരിയാണ്. ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരായിരുന്നു? അരവിന്ദ് പനഗരിയയായിരുന്നു ആദ്യത്തെ ഉപാധ്യക്ഷൻ. ഇദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ പുസ്തകമാണ് ദി എമർജിംഗ് ജെയിൻ്റ് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഒരു പുസ്തകമാണ്. ആദ്യത്തെ ഉപാധ്യക്ഷനാണ് അരവിന്ദ് പനഗരിയ. കറണ്ടായിട്ട് ഇപ്പോഴത്തെ നിലവിലെ ഉപാധ്യക്ഷൻ സുമൻ ബേരിയാണ്. CEO BVR സുബ്രഹ്മണ്യം. ഇപ്പോഴത്തെ CEO BVR സുബ്രഹ്മണ്യമാണ്. ആദ്യത്തെ CEO ആരായിരുന്നു? സിന്ധു ശ്രീ ഖുല്ലറായിരുന്നു ആദ്യത്തെ CEO. ഇപ്പോഴത്തെ BVR സുബ്രഹ്മണ്യം. നീതി ആയോഗിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. നീതി ആയോഗിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹി. ഉപാധ്യക്ഷൻ സുമൻ ബേരി. CEO BVR സുബ്രഹ്മണ്യം. നീതി ആയോഗിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹി. ലക്ഷ്യം: കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും കേന്ദ്ര ഭരണ പ്രദേശങ്ങൾക്കും സാമ്പത്തിക നയതന്ത്രങ്ങളിൽ തന്ത്രപ്രധാനവും സാങ്കേതികവുമായ ഉപദേശങ്ങൾ നൽകി ദേശീയ വികസനം സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നീതി ആയോഗ് രൂപവത്കരിക്കപ്പെട്ടത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും കേന്ദ്ര ഭരണ പ്രദേശങ്ങൾക്കും സാമ്പത്തിക നയങ്ങളിൽ, ഏത് നയങ്ങളിലാണ്? സാമ്പത്തിക നയങ്ങളിൽ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും കേന്ദ്ര ഭരണ പ്രദേശങ്ങൾക്കും സാമ്പത്തിക നയങ്ങളിൽ തന്ത്രപ്രധാനവും സാങ്കേതികവുമായ ഉപദേശങ്ങൾ നൽകി എന്ത് സാധ്യമാക്കുന്നു? ദേശീയ വികസനം സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നീതി ആയോഗ് രൂപവത്കരിക്കപ്പെട്ടത്. അപ്പോൾ ആർക്കൊക്കെയാണ് നീതി ആയോഗ് ഉപദേശങ്ങൾ നൽകുന്നത്? കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും കേന്ദ്ര ഭരണ പ്രദേശങ്ങൾക്കും. എന്തുപദേശങ്ങളാണ് നൽകുന്നത്? സാമ്പത്തിക നയങ്ങളിൽ തന്ത്രപ്രധാനവും സാങ്കേതികവുമായ ഉപദേശങ്ങൾ നൽകി എന്താണ് സാധ്യമാക്കുന്നത്? ദേശീയ വികസനം സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നീതി ആയോഗ് രൂപവത്കരിക്കപ്പെട്ടിട്ടുള്ളത്.
ഭരണസമിതിയിലെ അംഗങ്ങൾ അധ്യക്ഷൻ ആരാണ്? അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ, കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാർ, കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാർ, എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ. അധ്യക്ഷൻ പ്രധാനമന്ത്രിയായിരിക്കും. പ്രധാനമന്ത്രി നിയോഗിക്കുന്ന ഉപാധ്യക്ഷനെ നിയോഗിക്കുന്നത് ആരാണ്? പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രി നിയോഗിക്കുന്ന ഉപാധ്യക്ഷൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. താൽക്കാലിക അംഗങ്ങൾ 2 പേർ, 2 താൽക്കാലിക അംഗങ്ങൾ. അനൗദ്യോഗിക അംഗങ്ങൾ 4 പേർ, 4 അനൗദ്യോഗിക അംഗങ്ങൾ. അപ്പോൾ എത്ര താൽക്കാലിക അംഗങ്ങളും എത്ര അനൗദ്യോഗിക അംഗങ്ങളും ഉണ്ടെന്ന് ഓർമ്മ വെക്കണം. 2 താൽക്കാലിക അംഗങ്ങളും 4 അനൗദ്യോഗിക അംഗങ്ങളുമുണ്ട്. പിന്നെ പ്രധാനമന്ത്രി നിയോഗിക്കുന്ന ഉപാധ്യക്ഷനാണ്. ഉപാധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നത് പ്രധാനമന്ത്രിയാണ്. പ്രത്യേക ക്ഷണിതാക്കൾ പ്രധാന സർവകലാശാലകളിലെയും ഗവേഷണ സ്ഥാപനങ്ങളിലെയും ഉള്ളവരെയാണ് താൽക്കാലിക അംഗങ്ങളായി നിയമിക്കുന്നത്. പ്രധാനമന്ത്രി നിയമിക്കുന്ന കേന്ദ്രമന്ത്രിമാരായിരിക്കും അനൗദ്യോഗിക അംഗങ്ങൾ. അനൗദ്യോഗിക അംഗങ്ങൾ ആരായിരിക്കും? പ്രധാനമന്ത്രി. അനൗദ്യോഗിക അംഗങ്ങൾ ആരായിരിക്കും? പ്രധാനമന്ത്രി നിയമിക്കുന്ന കേന്ദ്രമന്ത്രിമാർ. പ്രധാനമന്ത്രി തന്നെ നിയമിക്കുന്ന കേന്ദ്രമന്ത്രിമാരാണ് അനൗദ്യോഗിക അംഗങ്ങളായി വരുന്നത്. 4 അനൗദ്യോഗിക അംഗങ്ങൾ. താൽക്കാലിക അംഗങ്ങളായി വരുന്നത് ആരാണ്? പ്രധാന സർവകലാശാലകളിലെയും ഗവേഷണ സ്ഥാപനങ്ങളിലെയും ഉള്ളവരെയാണ് താൽക്കാലിക അംഗങ്ങളായി എടുക്കുന്നത്. താൽക്കാലിക അംഗങ്ങൾ എത്ര പേരാണ്? 2 പേർ. അനൗദ്യോഗിക അംഗങ്ങൾ എത്ര പേരാണ്? 4 പേർ. അത് കേന്ദ്രമന്ത്രിമാരായിരിക്കും. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കുന്നതും ആരാണ്? പ്രധാനമന്ത്രിയാണ്. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കുന്നതും പ്രധാനമന്ത്രിയാണ്. വിവിധ തുറകളിൽ അറിവും പ്രവൃത്തി പരിചയവുമുള്ള വിദഗ്ധരെയാണ് പ്രത്യേക ക്ഷണിതാക്കളാക്കുന്നത്. പ്രത്യേക ക്ഷണിതാക്കളാക്കുന്നത് എങ്ങനെയുള്ളവരെയാണ്? വിവിധ തുറകളിൽ അറിവും പ്രവൃത്തി പരിചയവുമുള്ളവരെയാണ് പ്രത്യേക ക്ഷണിതാക്കളാക്കുന്നത്. നമുക്കൊന്നുകൂടെ നോക്കാം. ഭരണസമിതി അംഗങ്ങൾ ആരെല്ലാമായിരിക്കും? അധ്യക്ഷൻ പ്രധാനമന്ത്രി, എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ, കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാർ. പ്രധാനമന്ത്രി നിയോഗിക്കുന്ന ഉപാധ്യക്ഷനായിരിക്കും. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ 2 താൽക്കാലിക അംഗങ്ങൾ. അവരെവിടെ നിന്നാണ് താൽക്കാലിക അംഗങ്ങളെ നിയമിക്കുന്നത്? സർവകലാശാലകളിലെയും ഗവേഷണ സ്ഥാപനങ്ങളിലുമുള്ളവരാണ് താൽക്കാലിക അംഗങ്ങൾ. 4 അനൗദ്യോഗിക അംഗങ്ങൾ. അനൗദ്യോഗിക അംഗങ്ങൾ കേന്ദ്രമന്ത്രിമാരായിരിക്കും. പ്രധാനമന്ത്രി നിയമിക്കുന്ന കേന്ദ്രമന്ത്രിമാരായിരിക്കും അനൗദ്യോഗിക അംഗങ്ങൾ. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കുന്നതും ആരാണ്? പ്രധാനമന്ത്രിയാണ്. പിന്നെ പ്രത്യേക ക്ഷണിതാക്കൾ ആരായിരിക്കും? വിവിധ തുറകളിൽ അറിവും പ്രവൃത്തി പരിചയവുമുള്ള വിദഗ്ധരെയാണ് പ്രത്യേക ക്ഷണിതാക്കളാക്കുന്നത്. നീതി ആയോഗിൽ ലഫ്റ്റനന്റ് ഗവർണർമാർക്ക് പകരം മുഖ്യമന്ത്രി അംഗമായ കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ഏതെല്ലാം? ഡൽഹിയും പുതുച്ചേരിയും. മുഖ്യമന്ത്രിമാരാണ് അവിടെ അംഗങ്ങളായത്. അത് കേന്ദ്രഭരണ പ്രദേശങ്ങളാണെങ്കിലും അവിടുത്തെ മുഖ്യമന്ത്രിമാരാണ് നീതി ആയോഗിൽ അംഗങ്ങളായിട്ടുള്ളത്. ഡൽഹിയും പുതുച്ചേരിയും. നീതി ആയോഗിന് കീഴിലുള്ള ഒരു പ്രധാന സ്ഥാപനമാണ് നീലർഡ്. അതായത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ എക്കണോമിക് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ എക്കണോമിക്സ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്നാണ് ഈ സ്ഥാപനം അറിയപ്പെടുന്നത്. അടുത്തതായി നീതി ആയോഗിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ, വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക. വ്യവസായ സേവന മേഖലകളിൽ സർക്കാരിൻ്റെ പങ്കാളിത്തം കുറയ്ക്കുക എന്നതാണ് ആദ്യത്തെ ലക്ഷ്യം. സർക്കാരിൻ്റെ പങ്കാളിത്തം കുറയ്ക്കുക വ്യവസായ സേവന മേഖലകളിൽ. കാർഷിക മേഖലയെ മിശ്ര കാർഷികോൽപാദനത്തിലൂടെ പുരോഗതിയിലെത്തിക്കുക. മിശ്ര കാർഷികോൽപാദനമാണ് നടപ്പിലാക്കുന്നത്. അതിലൂടെ അതിനെ പുരോഗതിയിലേക്ക് എത്തിക്കുക. പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക. മധ്യവർഗത്തെ സാമ്പത്തിക വളർച്ചയ്ക്കായിട്ട് പ്രയോജനപ്പെടുത്തുക. പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക വളർച്ചയ്ക്ക് ഉപയുക്തമാകുക. പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം
സാമ്പത്തിക വളർച്ചയ്ക്ക് ഉപയോഗിക്കുക. ആദ്യത്തെ നോക്കാം, വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക. അതായത് എയർപോർട്ട്, അതുപോലെ ബാങ്കിങ് എന്നീ മേഖലകളിൽ സർക്കാരിൻ്റെ പങ്കാളിത്തം വളരെയധികം കുറയ്ക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ കാർഷിക മേഖലയിൽ ഒരു മിശ്ര കാർഷികോൽപാദനത്തിലൂടെ അതിനെ ഒരു പുരോഗതിയിലേക്ക് എത്തിക്കണം. കാർഷിക മേഖല ഗവൺമെൻറ് കൂടെ ഹെൽപ്പോടുകൂടി ഒരു മിശ്ര കാർഷികോൽപാദനമാക്കിയെടുത്ത് അതിനെ പുരോഗതിയിലെത്തിക്കുക. ഇനി അടുത്തത് സമൂഹത്തിൽ നിലനിൽക്കുന്ന മധ്യവർഗത്തെ സാമ്പത്തിക വളർച്ച നേടാൻ മാക്സിമം ഉപയോഗപ്പെടുത്തുക. സാമ്പത്തിക വളർച്ചയ്ക്കായി മധ്യവർഗത്തെ ഉപയോഗിക്കുക. പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം, അതായത് പ്രവാസികളായ, അപ്പോൾ ദുബായിലും അമേരിക്കയിലൊക്കെ വർക്ക് ചെയ്യുന്ന പ്രവാസികളായ ആൾക്കാരുടെ സേവനം സാമ്പത്തിക വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് അവരോട് ഇൻവെസ്റ്റ് ചെയ്യുക, ഓരോ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അങ്ങനെ കാര്യങ്ങൾക്ക് വേണ്ടി അവരുടെ സേവനം പ്രയോജനപ്പെടുത്താം. നമ്മൾ പ്രവാസികളെ ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ച് ഇന്ത്യയിലെ ബിസിനസ്സുകളിലും മറ്റും ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ച് അവരുടെ സേവനം നമ്മൾ പ്രയോജനപ്പെടുത്തുക. അടുത്തതായി, ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക. അതായത് നഗരങ്ങൾക്ക് ഒരു സുരക്ഷിതത്വം നൽകുക. ക്യാമറകളും ലൈറ്റുകളും ഒക്കെ ഘടിപ്പിച്ച് നഗരങ്ങളെ ഒരു സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി ആൾക്കാർക്ക് താമസിക്കാൻ പറ്റുന്ന ഇടങ്ങളാക്കി മാറ്റുക. ആഗോള മാറ്റങ്ങളുടെ വിപണി ശക്തികളുടെയും ഇടപെടലുകൾ നേടാൻ രാജ്യത്തെ പ്രാപ്തമാക്കുക. ആഗോള ശക്തികൾ, അതായത് വലിയ വലിയ കമ്പനികൾ ഇന്ത്യയിലേക്ക് വരാൻ നമ്മുടെ രാജ്യത്തെ അതിനു വേണ്ടി സജ്ജമാക്കുക. രാജ്യത്തിനകത്തും പുറത്തുമുള്ള മെച്ചപ്പെട്ട നയപരിപാടികളെക്കുറിച്ച് വിവരം നൽകുക. രാജ്യത്തിനുള്ളിൽ നടക്കുന്ന പരിപാടികളെക്കുറിച്ച് രാജ്യത്തെ പൗരന്മാർക്ക് ഒരു അവബോധം നൽകുക. ഇന്ത്യ ഗവൺമെൻറ് മുന്നോട്ട് വയ്ക്കുന്ന ദീർഘകാല പരിപാടികളെക്കുറിച്ച് വിചിന്തനം ചെയ്ത് ഉചിതമായി വഴികാട്ടുക, അവ നിരീക്ഷിക്കുക, വിലയിരുത്തുക. അതായത് ഗവൺമെൻറ്റിൻ്റെ പല ആസൂത്രണ പരിപാടികളും ഉണ്ടാവും, അതിനെ കൃത്യമായി നിരീക്ഷിച്ച് വിലയിരുത്തുക എന്നതാണ് പ്രധാന കടമകൾ. എല്ലാ സ്ഥാപനങ്ങൾക്കും ഒന്നിച്ചു ചേരാനും ദേശീയ താൽപ്പര്യം മുൻനിർത്തി പ്രവർത്തിക്കാനും ഉള്ള പൊതുവേദിയായിക്കൊണ്ട് സഹകരണ ഫെഡറലിസം വളർത്തുക എന്നതാണ് മറ്റൊരു ലക്ഷ്യം. സാമ്പത്തിക വളർച്ചയെയും പുരോഗതിയെയും കൊണ്ട് അടിസ്ഥാനപരമായ പ്രയോജനം ലഭിക്കാത്ത മേഖലകളിലും ഗ്രാമതലങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഈ സാമ്പത്തിക വളർച്ച അധികമുണ്ടാകാത്ത ഉൾഗ്രാമങ്ങളിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ദേശീയ വികസന അജണ്ടയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. വികസനത്തിനായുള്ള പ്രവർത്തനങ്ങൾ കൂടുതലായി ഏറ്റെടുത്ത് നടത്തുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാമ്പത്തിക ആസൂത്രണം. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? എം വിശ്വേശ്വരയ്യയാണ് ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. 1938 ദേശീയ ആസൂത്രണ കമ്മിറ്റി സ്ഥാപിച്ചത് ആരാണ്? ദേശീയ ആസൂത്രണ കമ്മിറ്റി സ്ഥാപിച്ചത് സുഭാഷ് ചന്ദ്രബോസാണ്. 1938 അതിൻ്റെ അധ്യക്ഷനാരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു അതിൻ്റെ അധ്യക്ഷൻ. 1938 ദേശീയ ആസൂത്രണ കമ്മിറ്റി സ്ഥാപിച്ചു സുഭാഷ് ചന്ദ്രബോസ്. 1944 എസ് എൻ അഗ്രവാൾ മുന്നോട്ട് വെച്ച പദ്ധതിയാണ് ഗാന്ധിയൻ പദ്ധതി. എസ് എൻ അഗ്രവാൾ മുന്നോട്ട് വെച്ച പദ്ധതിയാണ് ഗാന്ധിയൻ പദ്ധതി. ഗാന്ധിയൻ പദ്ധതി നിലവിൽ വന്നത് 1944. 1944 അർദേശിലാൽ ദലാൽ, ജോൺ മത്തായി, JRD ടാറ്റ, GD ബിർള, പുരുഷോത്തം ദാസ് ഠാക്കൂർദാസ്, ലാലാ ശ്രീറാം, കസ്തൂർബായ് ലാൽബായ്, AD ഷ്രോഫ് എന്നിങ്ങനെ 8 വ്യവസായികൾ ചേർന്ന് ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിനായി മുന്നോട്ട് വെച്ച പദ്ധതിയാണ് ബോംബെ പദ്ധതി. 1944 അർദേശി ദലാൽ,
ജോൺ മത്തായി, JRD ടാറ്റ, GD ബിർള, പുരുഷോത്തം ദാസ് താക്കൂർദാസ്, ലാലാ ശ്രീറാം, കസ്തൂർബായ് ലാൽഭായ്, AD ഷ്രോഫ് എന്നിവർ ചേർന്ന് മുന്നോട്ട് വെച്ച പദ്ധതിയാണ് ബോംബെ പദ്ധതി. ബോംബെ പദ്ധതി നിലവിൽ വന്നത് 1944. 1950 മാർച്ച് 15 അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നു. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1950 മാർച്ച് 15. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നു 1950 മാർച്ച് 15. 1952 ഓഗസ്റ്റ് 6 നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ നിലവിൽ വന്നു. നെഹ്റു ആയിരുന്നു ആദ്യ അധ്യക്ഷൻ. 1952 നിലവിൽ വന്നത് നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ. ഇന്ത്യയുടെ സാമ്പത്തിക ആസൂത്രണത്തിനായി കൊണ്ടുവന്ന പദ്ധതികളാണ് പഞ്ചവത്സര പദ്ധതികൾ. ഇന്ത്യയുടെ സാമ്പത്തിക ആസൂത്രണത്തിന് കൊണ്ടുവന്ന പദ്ധതികളാണ് പഞ്ചവത്സര പദ്ധതികൾ. 1951 മുതൽ 2017 വരെ 12 പദ്ധതികളാണ് നിലവിൽ വന്നത്. 12 പദ്ധതികളാണ് നിലവിൽ വന്നത്. പഞ്ചവത്സര പദ്ധതികൾ നിലവിൽ വന്നത് 1951 മുതൽ 2017 വരെ. എത്ര പദ്ധതികളാണ് ഉണ്ടായിരുന്നത്? 12 പദ്ധതികളാണ് ഉണ്ടായിരുന്നത്. 1965 നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ നിലവിൽ വന്നു. നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ എന്ന നിലവിൽ വന്ന 1952 ഓഗസ്റ്റ് 6. ഇത് പ്ലാനിംഗ് കൗൺസിൽ 1965 നിലവിൽ വന്നത്. 1967 കേരള ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നു. 1967 കേരള ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നു. 1967 അപ്പോഴത്തെ മുഖ്യമന്ത്രിയായ EMS ആയിരുന്നു ആദ്യ അധ്യക്ഷൻ. 1967. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ എന്നാണ് നീതി ആയോഗായി മാറിയത്? ആസൂത്രണ കമ്മീഷൻ എന്നാണ് നീതി ആയോഗായി മാറിയത്? ജനുവരി 1, 2015, ഫെബ്രുവരി 15, 2020, ജൂൺ 17, 2001, ഒക്ടോബർ 21, 2008. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ എന്നാണ് നീതി ആയോഗായി മാറിയത്? 2015 ജനുവരി 1 നീതി ആയോഗ് ആയി മാറിയത്. നീതി ആയോഗിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? നീതി ആയോഗിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? മുംബൈ, ന്യൂഡൽഹി, ബാംഗ്ലൂർ, കൊൽക്കത്ത. നീതി ആയോഗിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് നീതി ആയോഗിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. പ്ലാനിംഗ് കമ്മീഷൻ സ്ഥാപിക്കപ്പെട്ടതെന്ന്? ഓഗസ്റ്റ് 16, 1947, മാർച്ച് 15, 1950, ജൂൺ 21, 1956, സെപ്റ്റംബർ 17, 1950, മാർച്ച് 15, 1950. മാർച്ച് 15, 1950 പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നത്. പ്ലാനിംഗ് കമ്മീഷൻ്റെ ലക്ഷ്യങ്ങൾ: പഞ്ചവത്സര പദ്ധതികൾ ആസൂത്രണം ചെയ്യുക, സംസ്ഥാനങ്ങൾക്കും മന്ത്രാലയങ്ങൾക്കും സാമ്പത്തിക വിഹിതം നൽകുന്നു. 1ഉം 2ഉം ശരിയാണ്, 1 ശരിയാണ്, 2 തെറ്റാണ്. ഏതാണ് ശരി? 1ഉം 2ഉം ശരിയാണ്. പഞ്ചവത്സര പദ്ധതികൾ ആസൂത്രണം ചെയ്യുക, സംസ്ഥാനങ്ങൾക്കും മന്ത്രാലയങ്ങൾക്കും സാമ്പത്തിക വിഹിതം നൽകുന്നു. 1ഉം 2ഉം ശരിയാണ്. നീതി ആയോഗിൻ്റെ ചെയർമാൻ ആരാണ്? ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ, പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. നീതി ആയോഗിൻ്റെ ചെയർമാൻ ആരാണ്? പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യയാണ് നീതി ആയോഗിൻ്റെ ചെയർമാൻ. ആരാണ് ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ? നരേന്ദ്രമോദിയാണ് നീതി ആയോഗിൻ്റെ ചെയർമാൻ. നരേന്ദ്രമോദി. നീതി ആയോഗിൻ്റെ ആദ്യത്തെ വൈസ് ചെയർമാൻ ആരാണ്? നീതി ആയോഗിൻ്റെ ആദ്യത്തെ വൈസ് ചെയർമാൻ ആരാണ്? അരവിന്ദ് പനഗരിയ, രാജേന്ദ്ര പ്രസാദ്, അജയ് ത്യാഗി, സഞ്ജയ് പാൽ. ആരാണ് നീതി ആയോഗിൻ്റെ ആദ്യത്തെ വൈസ് ചെയർമാൻ ആരാണ്? അരവിന്ദ് പനഗരിയാണ് നീതി ആയോഗിൻ്റെ ആദ്യത്തെ വൈസ് ചെയർമാൻ. ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ആരാണ്? സുമൻ ബേരിയാണ് ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ. നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാനെ തെരഞ്ഞെടുക്കുന്നത് ആരാണ്?
ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, പ്രൈം മിനിസ്റ്റർ, പ്രസിഡൻറ്റ്, ലോകസഭ. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, പ്രൈം മിനിസ്റ്റർ, പ്രസിഡൻറ്റ്, ലോകസഭ. നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാനെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? പ്രൈം മിനിസ്റ്ററാണ് അല്ലേ. വൈസ് ചെയർമാനെ തിരഞ്ഞെടുക്കുന്നത് പ്രൈം മിനിസ്റ്ററാണ്. നീതി ആയോഗിൻ്റെ ഭരണസമിതിയിലുള്ള അംഗങ്ങൾ ആരെല്ലാം? പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിമാരും. പ്രധാനമന്ത്രിയും വിദഗ്ധരും. പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിമാരും ലഫ്റ്റനൻറ്റ് ഗവർണർമാരും. പ്രധാനമന്ത്രിയും ധനകാര്യമന്ത്രിയും. നീതി ആയോഗിൻ്റെ ഭരണസമിതിയിലുള്ള അംഗങ്ങൾ ആരെല്ലാം? പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിമാരും ലഫ്റ്റനൻറ്റ് ഗവർണർമാരും അല്ലേ. ഇവരെല്ലാവരും കൂടെ അടങ്ങുന്നതാണ് നീതി ആയോഗിൻ്റെ ഭരണസമിതി. നീതി ആയോഗിൻ്റെ നിലവിലെ വൈസ് ചെയർമാൻ സുമൻ ബേരി, അമിതാഭ് കാന്ത്, നരേന്ദ്രമോദി, അമിത് ഷാ. നീതി ആയോഗിൻ്റെ നിലവിലെ വൈസ് ചെയർമാൻ ആരാണ്? സുമൻ ബേരിയാണ് നിലവിലെ വൈസ് ചെയർമാൻ. നീതി ആയോഗിൻ്റെ നിലവിലെ CEO സുമൻ ബേരി, അമിതാഭ് കാന്ത്, നരേന്ദ്രമോദി, BVR സുബ്രഹ്മണ്യം. നീതി ആയോഗിൻ്റെ നിലവിലെ CEO BVR സുബ്രഹ്മണ്യമാണ്. BVR സുബ്രഹ്മണ്യം. എത്ര താൽക്കാലിക അംഗങ്ങളാണ് നീതി ആയോഗിൽ ഉള്ളത്? എത്ര താൽക്കാലിക അംഗങ്ങൾ? താൽക്കാലിക അംഗങ്ങളുടെ എണ്ണം 2. ഇവരെ എവിടെ നിന്നാണ് നിയമിക്കുന്നത്? സർവകലാശാലകളിൽ നിന്നാണ് ഇവരെ നിയമിക്കുന്നത്. എത്ര താൽക്കാലിക അംഗങ്ങളാണ് നീതി ആയോഗിലുള്ളത്? 2 താൽക്കാലിക അംഗങ്ങളാണ് നീതി ആയോഗിലുള്ളത്. എത്ര അനൗദ്യോഗിക അംഗങ്ങളാണ് നീതി ആയോഗിലുള്ളത്? എത്ര അനൗദ്യോഗിക അംഗങ്ങളാണ് നീതി ആയോഗിലുള്ളത്? 4, 6, 12, 18. എത്ര അനൗദ്യോഗിക അംഗങ്ങളാണുള്ളത്? 4 അനൗദ്യോഗിക അംഗങ്ങളാണ് നീതി ആയോഗിലുള്ളത്. ഇത് കേന്ദ്രമന്ത്രിമാരായിരിക്കും. പ്രധാനമന്ത്രി നിയമിക്കുന്ന കേന്ദ്രമന്ത്രിമാരായിരിക്കും ഈ അനൗദ്യോഗിക അംഗങ്ങൾ. 4 പേരാണ് ഉള്ളത്. ആണോ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണോ എക്സിക്യൂട്ടീവ് ബോഡിയാണോ? മുകളിൽ പറഞ്ഞവ ഒന്നുമല്ല. നീതി ആയോഗ് ഒരു ഭരണഘടനാപരമായതോ നിയമപരമായ ഒരു ബോഡിയോ അല്ല. ഇതൊരു എക്സിക്യൂട്ടീവ് ബോഡിയാണ്. നീതി ആയോഗ് ഒരു എക്സിക്യൂട്ടീവ് ബോഡിയാണ്. സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്നാൽ ഭരണഘടനാപരമായ ഒരു കമ്മിറ്റിയാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാൽ നിയമപരമായ കമ്മിറ്റി. ഇത് ഒരു എക്സിക്യൂട്ടീവ് ബോഡിയാണ്. നീതി ആയോഗ് ഒരു എക്സിക്യൂട്ടീവ് ബോഡിയാണ്.